ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കളിക്കാൻ പോയിട്ട് മാൻ ഓഫ് ദ മാച്ച് വിന്നേഴ്സിൻ്റെ ട്രോഫികൾ അങ്ങനെ 1-2 ട്രോഫിയൊക്കെ മേടിച്ച് വന്നിരിക്കുകയാണ്. ക്രിക്കറ്റ് പ്ലെയറാണല്ലോ ഹസ്ബൻഡ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ തന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നതാ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതങ്ങ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഹാപ്പി മൊമെൻ്റ് ആണല്ലോ. ട്രോഫിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കളി ബെസ്റ്റ് കളിക്കാരൻ, ക്രിക്കറ്റ് പ്ലെയർ, അങ്ങനെയൊക്കെയാണ് ഹസ്ബൻഡ്. അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ തൊട്ടപ്പുറത്തും കുരുമുളക് ഇരിക്കുന്നുണ്ട്. അപ്പം അത് ഒക്കെ കളിച്ച് സമ്മാനം നേടി വന്നിരിക്കുകയാണ് മോൻ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പുത്തൻ വിശേഷങ്ങൾ. അപ്പോൾ അതിന് പുത്തൻ വിശേഷങ്ങളിലേക്ക് ഇന്ന് കടക്കാട്ടോ. നമുക്ക് ഒക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട്. 5 തിരിയിട്ടിട്ടാണ് ഇന്നും വിളക്ക് കൊളുത്തുക. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നാമം ചൊല്ലൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് 2 തിരിയിലേക്ക് ആക്കി മാറ്റും. അപ്പോൾ ഞാൻ വായിൽ തുറക്കുമ്പോഴേക്കും വാതിൽമ കിളി വെക്കുമ്പോഴേക്കും ആൾ വരും. ശരി, നമുക്ക് അങ്ങോട്ട് വാ. ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. 2 കഷ്ണം, ഒരു ബിസ്ക്കറ്റിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ രാവിലെ അങ്ങ് കഴിക്കുള്ളൂ. ഇതാണ് അവളുടെ രാവിലെ. കുറച്ച് ഇഞ്ചിയും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഇന്ന് ബാക്കി വെച്ചിട്ടുള്ളതല്ല. രാത്രിയിലത്തെ അവളങ്ങനെ അസലായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇവിടെ ചട്ടിയിൽ വെള്ളം വെച്ചിട്ടൊന്നും ആരും കഴിക്കണില്ല കേട്ടോ. ഇവിടുന്ന് വെള്ളം, ഈ ചട്ടിയിൽ വെള്ളം കുടിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആരും വെള്ളം കുടിക്കില്ല. കുടിക്കണത് കാണിച്ചു തരാം കേട്ടോ. ചെടികൾക്കൊക്കെ അവർ അസലായിട്ട് വെള്ളം കുടിക്കാൻ ചെല്ലുക ഇവിടെയാണ്. എവിടെയാണെന്ന് പറയാം, ആമ്പൽ വളർത്തുന്ന വെള്ളത്തിൽ നിന്നാണ്. അതിൽ വെള്ളം നിറച്ചിട്ടാൽ എല്ലാവരും പഴയ പോണ നായ്ക്കുട്ടികൾ വരെ ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കും. ആമ്പൽ ഇതിൽ നിന്ന് വെള്ളം കുടിക്കാൻ അവർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ സുന്ദരി ആയാലും ഒക്കെ ഇതിൽ നിന്നാണ് വെള്ളം കുടിക്കുക. അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ്. ഞാൻ എണീറ്റ് വന്ന് നേരത്തെ ഒന്നുമല്ല, 6:30 എണീറ്റ് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ വന്ന് വീണ്ടും കെടുക്കാണ്, ക്ഷീണം, കളിക്കാൻ പോയിക്കട്ടെ. ഇന്നലെ ലേറ്റായി വന്നപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ച് ഒക്കെ എല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞ് എത്തിയപ്പോൾ കുറച്ച് സമയമായി. അപ്പോൾ കാരണം ഇന്നലെ ഇവിടുന്ന് ഫുഡ് ഉണ്ടായിരുന്നില്ലേ. എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പട്ടിണിയിരുന്നു, ഒന്നും കൊടുന്നില്ല. പിന്നെ അതിനെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കൊണ്ടുവന്നെന്ന് വെച്ചാൽ അവരെല്ലാവരും കൂടി ജോലിയായിട്ട് ഇരുന്നിട്ട് പിന്നെ ഒരുമിച്ചാണ് പലരും പല സ്റ്റോപ്പ് ചെയ്യുന്നുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെ പലരുടെയും കാറിൽ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് വന്നപ്പോൾ ചേട്ടനെ ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരാറുണ്ട്. അപ്പോൾ കാരണം എനിക്കൊന്നും കൊണ്ടുവന്നില്ല. ഞാൻ എന്നെ പിടിച്ചിരുന്നു, എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ. എനിക്ക് കളിച്ചു കഴിഞ്ഞ് 1ാം സമ്മാനം കിട്ടി വന്നാൽ ട്രോഫി കിട്ടി കഴിഞ്ഞാൽ അപ്പം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരും. അതാണ് ആളുടെ ഒരു സന്തോഷം. അപ്പോൾ അത് വാങ്ങിച്ച് വയ്ക്കും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ട്രോഫി മേടിച്ചിട്ട് വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ട്രോഫി അങ്ങ് വാങ്ങിച്ച് വയ്ക്കും. എനിക്ക് ഒരു സന്തോഷമാണല്ലോ അത്. എനിക്കിതുവരെ കളിച്ചിട്ട് ഒന്നും ഇതൊരു ട്രോഫിയൊന്നും കിട്ടിയിട്ടില്ല. പണ്ടെങ്കിൽ ഒരു സ്പോർട്സിൽ റിലേക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു, വടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വന്നിട്ട് അങ്ങോട്ട് ഓടുന്നൊരു സീനുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എനിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു വടി എനിക്ക് കൊണ്ടുവന്ന് വന്നിട്ട് അങ്ങോട്ട്. അപ്പോൾ ഒരു കുട്ടി സ്പീഡിൽ അവിടെ നിന്ന് ഞാൻ റെഡായിരുന്നു ആ സമയത്ത്, റെഡ് ഹൗസ്. അപ്പോൾ എങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എനിക്കത് പേടിച്ചിട്ട് ഓടിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കണം. അത് എനിക്ക് എന്തോ ഒരു നമ്പർ ഔട്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് വഴി കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം കൂടി ഓടിപ്പോയിട്ടാണ് ഞാൻ എന്നിട്ട് തിരിച്ച്. പക്ഷേ ഞാൻ ഓടട്ടെ എന്ന് ചോദിച്ച ആളാണ് ഞാൻ. അപ്പോൾ ഓട് പറഞ്ഞു എൻ്റെ അടുത്ത്, ഓട് എന്ന് പറഞ്ഞു. അങ്ങനെ ഓടിയിട്ട്
അപ്പോഴേക്ക് 2-3 പേര് പോയി. ഭാഗ്യത്തിന് എനിക്ക് സെക്കൻഡ് കിട്ടി, ഫസ്റ്റ് കിട്ടിയില്ല. ഫസ്റ്റ് കിട്ടേണ്ടതായിരുന്നു, എനിക്ക് ഫസ്റ്റ് അടിക്കേണ്ടതായിരുന്നു. അങ്ങനെ ആ ഒരു ഇത് എൻ്റെ മനസ്സിൽ ഉണ്ട്. അത്രയും ബോധകുറവായിരുന്നു. ഇത് ഞങ്ങൾ മുന്നേ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മാങ്ങ വറുക്കാൻ നോക്കാം, മാങ്ങയുണ്ടോ നോക്കാം. ഇന്ന് മാങ്ങ കിട്ടി. കൊത്തിപ്പോയി, മാങ്ങ കൊത്തിപ്പോയി. ഞാൻ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഡുണ്ടുമോൻ വരുന്ന വരവ് കണ്ടോ, ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് കണ്ടോ. സുന്ദരി എവിടെയാണ് കിടക്കുക, ഡുണ്ടുമോൻ എവിടെയാണ് കിടക്കുക. ജുൻറ്റുകുട്ടാ, ഇതെന്തുവാ തൊണ്ടിടുമണി ഡോ ഡുൻഡു ഓണ പോക്ക് കണ്ട. ഭയങ്കര രസം, എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും, ഭയങ്കര രസമാണ്. മഞ്ഞൾ എപ്പോഴും ഇവിടെ ഉണ്ട്. ഇവിടെ ആദ്യം മഞ്ഞളുണ്ടായിരുന്നു, കസ്തൂരി മഞ്ഞൾ, അതിൻ്റെ കൊമ്പ, അതിൻ്റെ ചെടി. കണ്ടോ, ഇവിടെയെല്ലാം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. വെള്ളം ആ സുന്ദരി കെട്ടി ഇതിൽ ഈ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെന്ന് കളയാൻ പറയണം. നല്ല രസമാണ്. ശരിക്കും ഇത് ഫുള്ള് വെള്ളമാവാറുണ്ട് കേട്ടോ. അപ്പോൾ അത്ര വലിയ മഴയല്ലാത്തത് തന്നെയാണ് ഫുള്ള് വെള്ളം നിറഞ്ഞിങ്ങനെ നിൽക്കും. എപ്പോഴും വെള്ളം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും. എന്താ ബിസ്ക്കറ്റ് കഴിച്ചുല്ലോ, അത്ര തന്നെ ഉള്ളൂ. ബിസ്ക്കറ്റ് കഴിച്ചില്ലേ, വേറെ വിശേഷമൊന്നുമില്ല, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇത് ശരിക്കും ആണാണ്, നമ്മളതിനെ സുന്ദരി സുന്ദരി എന്ന് വിളിക്കുക. ആ ബിസ്ക്കറ്റ് കഴിച്ചു കേട്ടോ, നീ ബിസ്ക്കറ്റ് കഴിച്ചു, ഇനി പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഒക്കെ ഒരു പ്രശ്നമുണ്ട്, എപ്പോഴും നമ്മുടെ കാലുമിക്ക് വന്ന് കടിക്കാനായിട്ട് വരിക. അവൾ എപ്പോഴും നമ്മുടെ കാലുമിക്ക് ഇങ്ങനെ കടിക്കാൻ വരും. കാക്കകളൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറക്കുക. ഞാൻ അവൾക്ക് തീറ്റ കൊടുക്കണത് എടുക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യും, അവിടെ നിൽക്കും. എന്നിട്ട് അവൾ അത്യാവശ്യം കഴിച്ചിട്ടാണ് നമ്മൾ പുറത്ത് പോവുക. ഞാൻ അവൾ പറയാൻ കാരണം എന്താണെന്ന് പറയാം, എനിക്ക് എന്തോ പെൺകുട്ടികൾ ഇഷ്ടമാണ്, സരമ എന്നല്ലേ പറയാം. അപ്പോൾ ഞാൻ അവളെ സുന്ദരി എന്നിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആൺകുട്ടിയാണ്, പക്ഷേ ഞാൻ സുന്ദരി എന്നാണ് വിളിക്കുക. ബ്ലാക്കി എന്നല്ല ഞാൻ ആദ്യം വിളിച്ചിരുന്നത്, ഞാൻ അവളുടെ പേര് അങ്ങനെ മാറ്റിയതാണ്, ബ്ലാക്കി. വൈറ്റി എന്നൊക്കെ വിളിക്കുമ്പോൾ കളറ് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ സുന്ദരി എന്നാക്കി. അവൾക്ക് ഇഷ്ടപ്പെടുമോ എന്താണെന്ന് അറിയില്ല. അവിടെ വിളിച്ചത് കേൾക്കുന്നുണ്ട്, ഞാൻ സുന്ദരി എന്ന് വിളിക്കും, ഓടി വരുന്നുണ്ട്. പിന്നെ കാക്കക്കൂട്ടം വന്നിരിക്കുന്നുണ്ട്. കാക്കകൾക്ക് സമയമായി തോന്നുന്നുണ്ട് ഫുഡ് കഴിക്കാനുള്ള. അവരതുകൊണ്ട് അവരൊക്കെ സെറ്റായിട്ട് വന്നിരിക്കുകയാണ്. ഇനി അടുക്കളയിലേക്ക് പോട്ടെ. അടുക്കളയിൽ ഇനി വിഭവസമൃദ്ധമായ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. എന്തുണ്ടാക്കണ്ടേന്നൊരു എത്തും പിടിയില്ലാണ്ടാണ് കേട്ടോ ഞാൻ നടക്കണത്. എനിക്കൊരു പിടിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്നും. എന്തെങ്കിലും ഉണ്ടാക്കട്ടെ പോയിട്ട് കേട്ടോ. അപ്പോൾ ജിന്തി പ്രസാദ് ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.